ഒന്നേ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോഴാണ് ആ മൃഗപാലൻ ഡോക്ടർ തങ്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ എനിക്കതല്ല, ഈ ഒരു യോഗ്യതയില്ലാത്ത സുമേഷിനെ ഇത്രയും സ്നേഹത്തോടെ ഇവർ സ്വീകരിക്കണമെങ്കിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്ത് പന്തികേട്? അല്ല, ഇനി ആ പെങ്കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഇടയ്ക്ക് അവള് സ്കൂട്ടറിൽ നിന്ന് കണ്ടാ വീണ, അപ്പം മുൻവശത്തെ പല്ല് പോയി. ഇപ്പൊ വച്ചേക്കുന്ന വെപ്പുവല്ലാണ്. അയ്യോ, എന്റെ ഉത്തോണ്ട സുമേഷ് ആ പെണ്ണിന്റെ പുറകെ നടന്നതിനെ ഉള്ള പല്ല് കണ്ടിട്ടാ. നല്ല നേരെയൊത്ത പല്ലാന്ന് പറഞ്ഞ്. ആണാ? ആ നിരയുള്ള പല്ല് തന്നെ, വെപ്പ് പല്ല് പിന്നെ നിരയില്ലായിരിക്കും. പക്ഷെ അവൻ എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ജന്മം പോയ കല്യാണത്തിന് സമ്മതിക്കില്ല. ആണോ? ആ ഉറപ്പല്ലേ? അയ്യോ, അവ ഇപ്പൊ എന്തായാലും അവള് പറയാനും പോണില്ല, അവൻ എന്തായാലും അറിയാനും പോണില്ല. അറിയാതിരുന്നാ കൊള്ളാം. നീ പറയായിരുന്നാ മതി. ഞാൻ പറയത്തൊന്നുമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞ് അറിയാതിരുന്നാ മതി. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും പല്ല് നോക്കി സ്നേഹിക്കൂ? അവൻ പറഞ്ഞ ഈ പ്രേമത്തിന് കണ്ണു മൂക്കൂല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പല്ല് നോക്കണമെന്ന്. ഇപ്പൊ നോർമൽ അല്ലേടി? അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായേ? എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവൻ എന്തോ ഒരു തകരാറുണ്ടെന്ന്. എന്നാ കുറ്റം പറയാൻ പറ്റൂല. ചിലര് മുടി നോക്കുന്നു, ചിലര് കണ്ണ് നോക്കുന്നു, ചിലര് ചെവി നോക്കുന്നു, ഈ വായി നോക്കി പല്ല് നോക്കുന്നു. ചെവി നോക്കുന്നോ? ആര്? എന്താ? ഓ, ഞാൻ നിന്റെ ചെവി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടില്ല കല്യാണം കഴിച്ചത്. പിന്നെ പല്ലവി പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ കണ്ണിലും മൂക്കിലൊക്കെ ഞാൻ നോക്കി തുടങ്ങിയത്. അയ്യാ തമാശ. കൊള്ളൂലേ? പൊക്കോടുന്നു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. സത്യം. चेहरा है जैसे झील में हंसता हुआ कमल, चल चल या जिंदगी के साज पे छेड़ी हुई गजल. ഇല്ല സുപ്രിയ, ഞാൻ ഇതുവരെ ആരെയും. സുപ്രിയ അല്ലല്ലോ, സുസ്മിത ആണല്ലോ. ഈ സൂ മൊത്തം പ്രശ്നമാണല്ലേ. സുസ്മിതേ, ഞാൻ ഇതുവരെയായിട്ട് ഒരു ഈച്ചയെ പോലും പ്രേമിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ലവ് അത് നീയാ. ഉറപ്പിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഏത് നിമിഷം സംഭവിക്കാം. തേച്ചിട്ടൊന്നുമില്ലടി. ഞാൻ അങ്ങനെ സുസ്മിത പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. എല്ലാ രഹസ്യങ്ങളും പരസ്പരം പങ്കുവെച്ചാലേ എല്ലാം റെഡിയാവും. ഞാൻ കുറച്ചുകൂടെ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ഉണ്ട്. അപ്പൊ ഇത്രോ നാളെ ആ ചേച്ചിനിട്ട് കുരങ്ങ് കളിപ്പിച്ചിട്ട് പുള്ളിക്കാ തിട്ടേച്ച് പോയില്ലല്ലേ? ഇല്ല, പോയില്ല. എങ്ങനെ പോവും? സുമേഷിനെ കളഞ്ഞിട്ട് അങ്ങനെ ആർക്കും പോകാൻ പറ്റൂലല്ലോ. പാവം ആ ചേച്ചി പാവമായതുകൊണ്ടാ ചിറ്റപ്പ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെയാണല്ലോ കാണിക്കണേ. നീ എന്തോ ഒരുമാതിരി. നിന്റെ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ചേട്ടനാ? അല്ല, എന്റെ ചേട്ടൻ നിന്റെ അച്ഛൻ. സ്വഭാവം ഇങ്ങനെ തന്നെ. പാടാ പോവാ നമുക്ക്. ചിറ്റപ്പൻ ഇങ്ങനെയൊന്നും ആരുടെ കാണിക്കാൻ പാടില്ല. എടിയാ, പക്ഷെ അങ്ങനൊന്നും അല്ലല്ലേ. ഇതെന്തോ എടാ ഉത്തമ, ആ വീട്ടുകാരെ പറ്റിയൊക്കെ നീ അന്വേഷിച്ചറിഞ്ഞോടാ? നല്ല നാണം മാനം ഉള്ള ഫാമിലി. എല്ലാവർക്കും പാസ്പോർട്ടൊക്കെ ഉണ്ടോ? അയ്യോ, അത് ഞാൻ ചോദിച്ചില്ല. പാസ്പോർട്ട് എന്തിനാ ശിവേട്ടാ? ഗൾഫിൽ പോകാനാണോ? ഗൾഫിലൊന്നും പോകാനല്ല. പിന്നെ ഈ പ്രശ്നക്കാർക്കൊന്നും പാസ്പോർട്ട് കിട്ടൂല. നിനക്ക് അറിഞ്ഞൂടെ? കാഞ്ഞ ബുദ്ധി തന്നെ ശിവേട്ടാ നിങ്ങളുടെ. കണ്ട അപ്പോഴ് സുമേഷിന് പാസ്പോർട്ട് കിട്ടത്തില്ലേ? അത് അച്ഛമ്മ, ഈ അടി പിടി കുത്ത് വഴക്ക് അങ്ങനത്തേനൊക്കെ അല്ലേ പോലീസ് കേസുള്ളൂ. കുത്തിത്തിരിപ്പിന് പോലീസ് കേസില്ല. അതുകൊണ്ട് സുമേഷിന് കിട്ടും പാസ്പോർട്ട്. ചേച്ചി പഠിക്കണേട്ടാ, ചേച്ചിക്ക് എല്ലാം അറിയാം. അച്ഛാ, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാനിപ്പോ ഇതിനകത്തെന്തോ പറയാൻ. അവനെ കെട്ടാ ഒരു പെണ്ണ് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങളെല്ലാം കൂടെ കെട്ടിച്ചു വിടണം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല അവനിപ്പോ കല്യാണം കഴിയുന്നു. ഇപ്പൊ വേണ്ട, ഒരു 6 മാസം കഴിഞ്ഞിട്ട് മതി. അതല്ല ഏട്ടാ, അവൻ പ്രേമിച്ച് പറ്റിച്ച് കൊതി തീരുമ്പോഴത്തേക്കും വർഷങ്ങളാകും. പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനാ? ഒരു 4-5 വീട്ടിൽ നിന്നും കൂടെ നടന്ന് ഇടി വാങ്ങിക്കാതെ അവന്റെ കൊതു തീരൂല. ഒന്നും മിണ്ടായിടേ. അവ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. അവ സമ്മതിക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല, ഞാനും മൃഗപാലൻ ഡോക്ടറും കൂടെ എന്തെല്ലാം മനക്കോട്ട് കിട്ടിയെന്നറിയാം. മനക്കോട്ടയോ? അപ്പൊ പറഞ്ഞാൽ തീരൂല. ചുമ്മാ ചേട്ടാ, ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഈ കല്യാണം നടക്കത്തില്ല. അത് ഞാൻ കണ്ട്. എന്തോന്ന് കണ്ട്? രഹസ്യങ്ങൾ കൈമാറുന്നതിനിടയ്ക്ക് അവള് സർപ്രൈസ് ആയിട്ട് എന്നെ കാണിച്ചു. എന്തോന്ന് കാണിച്ചടാ? മോണ. മോണയോ? ആ, നല്ല ചുമതിരിക്കുന്ന മോണ. അതാണോ ഇത്ര വലിയ കാര്യം? ചലിച്ചിരിക്കുമ്പോ മോണ കാണൂല. അതിനെന്നാ? അതെനിക്കും അറിയാം. ഇത് മോണ മാത്രമേ ഉള്ളൂ, പല്ലൊന്നും ഇല്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവനിത് അറിയൂന്ന്. ഓ, അപ്പൊ അറിഞ്ഞോണ്ടായിരുന്നല്ലേ രണ്ടുപേരൂടെ? എങ്ങനെ തോന്നി ചേട്ടാ ഒരു പല്ലില്ലാത്ത പെണ്ണിന്റെ തല കെട്ടി വെക്കാൻ? എടാ, ഞാൻ അറിഞ്ഞോ നിനക്ക് പല്ലാണ് വലുതെന്ന്? എടാ, ഇപ്പൊ പല്ലില്ലെങ്കിൽ എന്താ? നല്ല നിരയൊത്ത വെപ്പുപല്ലില്ലേ? എന്റെ പൊന്നി ഇടത്തി വെപ്പല്ല, നേരെ ഒത്തതല്ലേ? എടാ മോനെ സുബേഷേ, സന്തോഷമുള്ള ദാമ്പത്യത്തിന് പല്ല് വലിയ ഘടകമൊന്നും അല്ലടാ.
ഇവിടെ വാ തുറച്ച് പല്ലുള്ള ആളുകള് ഡൈവോഴ്സായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക. അതെനിക്കറിയാം. ആ പിള്ളേരെല്ലാം കൂടെ വന്ന് എന്നെ അങ്ങ് ചൊറിഞ്ഞ്. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, സുപ്രിയ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെയോടാ? ബാക്കിയുള്ളവരൊക്കെ ഞാൻ അന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ സുപ്രിയ ഉള്ളു. അവളുടെ പല്ലൊക്കെ കറക്റ്റാ. ഇടയ്ക്കൊക്കെ ഒരു വളവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വെപ്പല്ല. എടാ സുസ്മിതേ, നല്ല ഇടിയപ്പം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു മൃഗപാലൻ ഡോക്ടർ. അവളിനി ഇടിയപ്പം അല്ല, ഹൈദരാബാദ് ബിരിയാണി ഉണ്ടെന്ന് എൻ്റെ മുമ്പിൽ വെച്ചാലും എനിക്ക് സുപ്രിയ മതി. ഇവൻ മിക്കവാറും മൃഗപാലൻ ഡോക്ടർ എന്നെ ഗുണ്ടകളെ വിട്ട് തല്ലി. അത് പറയുമ്പോഴാണ് അളിയ ഞാൻ ആലോചിച്ചത്, എൻ്റെ മോനെ മുങ്ങൽ വിധത്തിലാക്കണം കുറിച്ച് അളിയൻ്റെ അഭിപ്രായം എന്താണ്? നല്ലതാണ്, അത് മതി. ചേട്ടാ കൊള്ളൂല്ലേ? കൊള്ളാം. ഡോക്ടറെ, അതെ ഞാൻ പറയുന്ന സമാധാനമായിട്ട് കേക്ക്. അതെ, ഡോക്ടറുടെ അനിയത്തിക്ക് വെപ്പ് വല്ലാണെന്ന് അനിയെ അറിഞ്ഞ്, അതുകൊണ്ട് അവന് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ല, എൻ്റെ അടുത്ത് ചൂടായിട്ട് എന്തോ നീ എന്തോന്ന് ഇവിടെ പറയാം. നീ മിണ്ടായി, ഞാൻ പറയട്ടെ. ആ കൊച്ചിന് വെപ്പ് വല്ലെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടായിരുന്ന പോരായിരുന്നു. എങ്കിൽ ഈ കല്യാണം നടക്കൂലായിരുന്നു. ഒരു ദാമ്പത്യത്തിൽ 2-3 രഹസ്യങ്ങളൊക്കെ ആവാം. ഹലോ, എൻ്റെ അടുത്ത് ചൂടാവണ്ടേ ഡോക്ടറെ? എന്താ മൂക്കി കയറ്റി കളയോ? എന്നാ ഇയാൾ മൂക്കി കയറ്റി. അല്ല പിന്നെ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നേ? ഇല്ല, അല്ല, അയാളുടെ അടുത്തേക്ക് തന്നെയല്ലേ ചെല്ലേണ്ടത്? അയാളുടെ തന്നെ ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെയും പേടിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. അയാൾ പറയണൊക്കെ ഞാൻ കേൾക്കണമെന്നുണ്ടോ? എന്നാ പോയി അനുഭവിക്കും. എന്നാ അനുഭവിച്ചോളാം. ഞാൻ 2-3 ദിവസം ഞാൻ ലീവ് എടുക്കും. 2-3 ദിവസം ഞാൻ ലീവ് എടുക്കുമെന്ന്.